നമസ്കാരം. രാഷ്ട്രീയ വൃത്തത്തിലേക്ക് വീണ്ടും സ്വാഗതം. അഭിലാഷ്, ഇന്ന് ഞാൻ തന്നെ തുടങ്ങാം. ഈ സർക്കാർ പരസ്യങ്ങൾ വ്യാപകമായിട്ട് ഇപ്പോൾ പുറത്ത് ഹോർഡിങ്ങുകൾ, ബസ്സിൽ പരസ്യങ്ങൾ, അതുപോലെ തന്നെ പത്രങ്ങളിൽ പരസ്യങ്ങൾ. പക്ഷേ ഇവിടെ എല്ലാം മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ. മറ്റൊരു മന്ത്രിമാരുടെ ഇപ്പോൾ പല വകുപ്പുകളെക്കുറിച്ചുമുള്ള റോഡെല്ലാം നന്നായി, സ്കൂളുകൾ നേരത്തെ തുറന്നു, വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, പവർ കട്ടില്ലാത്ത 10 വർഷം, ഇങ്ങനെ പല പരസ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഒന്നിലും മുഖ്യമന്ത്രി അല്ലാതെ മറ്റാരുമില്ല. അല്ല, അതിപ്പോൾ പേഴ്സണാലിറ്റി കൾട്ട് എന്ന് പറയുന്നത് ഈ ആധുനിക രാഷ്ട്രീയത്തിലൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യം നോക്കിയാൽ ഇതേമാതിരിയാണ്. നരേന്ദ്രമോദിയാണ് മുഴുവൻ പരസ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പ് മന്ത്രിമാരുടേതായിട്ടുള്ളൊരു സേ ഇല്ല. അധികാരത്തിൻ്റെ ഒരു സെൻട്രലൈസേഷൻ നടന്നിട്ടുണ്ട്, അധികാര കേന്ദ്രീകരണം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമായി വേണം നമ്മളിതിനെ കാണാനെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആഗോളതലത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്ത് ആ അധികാരത്തിൻ്റെ സിമ്പിളായി ആ വ്യക്തിയെ പ്രതിഷ്ഠിക്കുക എന്നുള്ള ഒരു രീതിയാണത്. അല്ല, അഭിലാഷ്, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് തോന്നുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഒരു മികവ് രണ്ടാം പിണറായി സർക്കാരിന് ഇല്ല. എനിക്ക് അന്ന് ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ക്യാപ്റ്റൻ പിണറായി എന്നുള്ള രീതിയിൽ വലിയൊരു ഇമേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ പിന്നീട് കോവിഡ്, ഇതെല്ലാം കഴിഞ്ഞു വന്ന പിണറായി. പക്ഷെ ആ ഒരു പ്രതിച്ഛായ ഇല്ലാത്തപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ മാത്രം പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എതിരെ വരുന്നതും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് വരാം. അല്ല, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിലാണെങ്കിലും ഇപ്പോൾ ഈവൻ കോവിഡ് കാലത്തെ മാനേജ്മെന്റ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വിശേഷിപ്പിക്കപ്പെട്ടത്. അന്നത്തെ ആരോഗ്യമന്ത്രി കെ ശൈലജ സംസാരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് എന്ന വാചകമില്ലാതെ സ്വന്തമായി ഞാൻ എന്ന് പറഞ്ഞൊരു വാചകം തുടങ്ങുമായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെയാണ്, മുമ്പും അങ്ങനെയായിരുന്നു. അല്ല, ഇതിൽ ഒരു വിശദീകരണം വരുന്നുണ്ട്. കാരണം ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നമ്മൾ രണ്ടാം പിണറായി സർക്കാർ പോരാ, ഒന്നാം പിണറായി സർക്കാർ നല്ലതാണ് എന്നുള്ള പരാമർശം നടത്തുമ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് ഇടത് ഹാൻഡിലുകൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ വൃത്തികേടുകളും വികസനമില്ലായ്മയും എല്ലാം പരിഹരിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു 2016 പിണറായി സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയം. ആ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയം അവർ ഏകദേശമൊക്കെ വൃത്തിയാക്കി. രണ്ടാം പിണറായി സർക്കാർ എത്തുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അത്രയും പ്രശ്നങ്ങൾ ഈ 16 ബാക്കിയുണ്ടായിരുന്നില്ല. അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വൃത്തിയാക്കാൻ ബാക്കിയില്ലാത്തത് കൊണ്ട് അതത്ര നന്നായില്ല എന്ന് പറയുന്നതിന് കാരണം ഒന്നാമത്തെ പിണറായി സർക്കാരിന്റെ സമയത്തെ വൃത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ UDF സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയായിരുന്നു. അത് പകുതി വരെ ചെയ്തു കഴിഞ്ഞു. ഇനിയും രണ്ടാം പിണറായി സർക്കാർ എത്തിയപ്പോൾ അത്ര കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് വൃത്തിയാക്കിയാൽ മതി, നാട് വികസനത്തിലേക്ക്. വല്ലാത്ത ക്യാപ്സ്യൂൾ തന്നെ. രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിനെ മുഖ്യമന്ത്രി തന്നെ നയിക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണിയുടെ ഈ പ്രചാരണം നയിക്കുന്നത്, പ്രചാരണത്തിന് ഏറ്റവും മുന്നിലുള്ളത് മുഖ്യമന്ത്രി തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ പേരിലാണ്. അത് പിന്നെ ഇപ്പോൾ പോസിറ്റീവ് വോട്ടായാലും ശരി, നെഗറ്റീവ് വോട്ടായാലും ശരി, അതിൻ്റെ ക്യാപ്റ്റൻ ശരിക്കും ഇപ്പോഴും ക്യാപ്റ്റൻ അവർ പറയുന്നില്ല, അത് മാത്രമേ ഉള്ളൂ, മുഖ്യമന്ത്രി തന്നെയാണ്. മാത്രമല്ല പിണറായി സർക്കാർ എന്ന് മാത്രമേ ഇപ്പോഴും അവർ പറയുകയുള്ളൂ. പണ്ട് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ അവസാന കാലത്ത് ദേശാഭിമാനി പോലും VS സർക്കാർ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് LDF സർക്കാർ എന്ന ഒരു ഘട്ടത്തിലേക്ക് അവിടെ സംഘടനാപരമായി അതിനകത്ത് ഭിന്നതയൊക്കെ മൂർച്ഛിക്കുന്ന സമയത്ത് LDF സർക്കാർ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പിണറായി സർക്കാർ എന്ന് പറഞ്ഞു വരുന്നുണ്ടോ വാർത്ത? പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിലില്ല കേട്ടോ. എൻ്റെ അറിവിൽ ഒരു സർക്കാരിനെ ഇടതുപക്ഷം എപ്പോഴും പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും, അത് LDF സർക്കാർ എന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, ഞാനിത് പറയാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് പത്രങ്ങളിൽ വന്ന പരസ്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചുള്ള ഒരു പരസ്യമുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻകുട്ടിയുടെ പടം കൊടുക്കേണ്ടതാണ്. പക്ഷെ അതിനകത്ത് ഒരു സാങ്കേതികമായ ഒരു പ്രശ്നമുള്ളത്, സുപ്രീം കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. അതായത് ഇത്തരത്തിൽ സർക്കാർ പണം ചെലവഴിച്ച് നടത്തുന്ന പരസ്യങ്ങളിൽ, അത് പത്രങ്ങളിൽ പരസ്യം കൊടുക്കുമ്പോൾ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ്, ഗവർണർ, മുഖ്യമന്ത്രി ഇത്രയും മാത്രമേ പാടുള്ളൂ എന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും പുറത്തെങ്കിലും ഇന്നത്തെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ച് ഞാൻ പറയാൻ കാര്യം, ഇപ്പോൾ ഈ സർക്കാർ വരുമ്പോൾ എനിക്കടക്കം ഒരു മുൻവിധി ഉണ്ടായിരുന്നു. അതായത് ശിവൻകുട്ടി ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള രീതിയിൽ ഒരു പരാജയമായി മാറും എന്നുള്ളതായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനെ എല്ലാം തിരുത്തി കുറിച്ച് സർക്കാരിലെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് ഇത്രയും പ്രായോഗികത, ഓരോ പ്രശ്നങ്ങളിൽ ഇടപെട്ട്, അതല്ലെങ്കിൽ ഒരു കുട്ടികളുമായിട്ട് ചേർന്ന് നിന്ന്, പക്ഷേ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അവരെ നിരന്തരമായ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു മന്ത്രിയായിട്ട് ഒരു മന്ത്രിയാണ്. പക്ഷേ അതുപോലും അവിടെ പോലും മുഖ്യമന്ത്രിയുടെ പടമാണുള്ളത്. അവിടെയല്ലേ ഇപ്പൊ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ആഗോള അയ്യപ്പ സംഗമം. ആ അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പന്റെ ഫോട്ടോ എത്ര ചെറുതായിരുന്നു, അവിടെയും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ആയിരുന്നു ഏറ്റവും വലുത്. ശബരിമലയെ റീബ്രാൻഡ് ചെയ്യുകയായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം. അവിടെ പോലും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ആയിരുന്നു, സർക്കാർ സ്പോൺസേർഡ് പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ പിന്നെ ഇതൊക്കെ ചെറുതല്ലേ? അപ്പോൾ ഇതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ള കാര്യം അതാണ്, മുഖ്യമന്ത്രിക്കെതിരെ ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം, മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പ് എല്ലാം ഉണ്ടാകുമ്പോൾ
അപ്പോഴും ഈ പടം തന്നെ വീണ്ടും വീണ്ടും ഉയർത്തി കാണിക്കുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കില്ലേ? നേരത്തെ എം എ ബേബി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിനെ പിണറായി വിജയനാണ് നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിണറായി വിജയനെ ക്യാപ്റ്റനാക്കി നിർത്തിക്കൊണ്ട് പിണറായി വിജയന്റെ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ഞങ്ങൾ അത് ഏറ്റുവാങ്ങാൻ റെഡി എന്നുള്ള നിലയിൽ പിണറായി വിജയനെയാണ് മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അല്ലാതെ ഒരു ഓപ്ഷൻ ഇപ്പോൾ ശൈല ടീച്ചറോ അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷനോ ആലോചിക്കുന്നില്ല. അല്ല, ഇതൊരു കൂട്ടുത്തരവാദിത്തമുള്ള രാജേന്ദ്രനെ പോലെ ആയേനെ. നിങ്ങൾക്ക് ആദ്യമേ ബോധ്യപ്പെട്ടു ഇവരെ നിർത്തിയാൽ ജയിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ മാറ്റി നിർത്തുകയാണ് എന്നുള്ളൊരു ക്യാപ്സ്യൂൾ അവിടെ വന്നേനെ. വിമർശനം കൂടി വരാം, നോക്കാവുന്നതാണ്. സാധാരണ സർക്കാരുകളെല്ലാം പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒക്കെ പലപ്പോഴും പറയാറുള്ളത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പലപ്പോഴും പറയുന്നത്. പക്ഷേ ഇവിടെ ചെയ്തതും ചെയ്യാത്തതുമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രചാരണ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി LDF സർക്കാരിന് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമല്ല, വളരെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു പ്രചാരണ മെഷീനറി സർക്കാരിന്റെ. പക്ഷെ അത് പരാജയമാണെന്നാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർട്ടിയുടെ വിലയിരുത്തൽ. കാരണം ജനങ്ങൾക്ക് നൽകിയ സേവനങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതിൽ, അതായത് ഞങ്ങളാണിത് ചെയ്തത്, ഞങ്ങളെ തന്നെ ജയിപ്പിക്കണമെന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. പൂർവാധികം ഭംഗിയോടുകൂടി വളരെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ തന്നെ ലോകത്ത് ഇപ്പൊ കേരളത്തിൽ ഓടുന്ന ഏതാണ്ട് എല്ലാ KSRTC ബസ്സിലും 3000 KSRTC ബസ്സുകളിൽ ഹോർഡിംഗ് വെക്കുന്നുണ്ട്. ഏതാണ്ട് എല്ലായിടും എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇന്ന് തോന്നുന്നത്. നിശാഗന്ധിയിൽ നടക്കുന്ന നൃത്ത പരിപാടിയിലും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ആണ്, നർത്തകരുടെ ഫോട്ടോ ഇല്ല. അപ്പൊ മൊത്തത്തിൽ മുഖ്യമന്ത്രി മയമാണ്. ആര്യ, എന്താണ് വാർത്താ രാഷ്ട്രീയ വൃത്തത്തിലുള്ള വിശേഷം? നമ്മൾ ജനാധിപത്യത്തെ കുറിച്ചാണല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം രാജഭരണത്തിൽ നിന്ന് ഇത്തവണ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നുള്ളതാണ്. തിരുവനന്തപുരം BJP ഒരു 4 സീറ്റെങ്കിലും ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ വട്ടിയൂർക്കാവ് അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണ നല്ല രീതിയിൽ വോട്ടുകൾ VV രാജേഷ് പിടിച്ച ഒരു മണ്ഡലമാണ്. അപ്പോൾ ഇത്തവണ വട്ടിയൂർക്കാവിൽ പല പേരുകൾ കേൾക്കുന്നുണ്ട്. കൃഷ്ണകുമാറിന്റെ, ശ്രീലേഖയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. അതിന് പകരം അതിനോടൊപ്പം തന്നെ ഇപ്പം കേൾക്കുകയാണ്, സ്ഥിരീകരിച്ചൊരു വാർത്തയല്ല, കവടിയാർ കൊട്ടാരത്തിലെ ആദിത്യ വർമ്മയുടെ പേര് കൂടി കേൾക്കുകയാണ്. അങ്ങനെയാണ് മത്സരിക്കുമോ എന്നുള്ളത്. കാരണം ഇതിനു മുൻപ് ഹിന്ദു മുന്നണി 84 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അന്ന് ആദ്യമായിട്ട് കേരളത്തിൽ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾ പിടിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ട ഒരു സമയമാണ്. അപ്പോൾ കവടിയാർ കൊട്ടാരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് വരുന്നത്. അപ്പം ഇപ്പോഴും കൊട്ടാരത്തോട്, രാജകുടുംബത്തോട് മമതയുള്ള, പ്രിയമുള്ള, ഇഷ്ടമുള്ള ജനങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. ആ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾക്കപ്പുറം അങ്ങനെ ഒരു വോട്ടുകൾ കൂടി പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ. മറ്റ് മണ്ഡലങ്ങളിലും ഒരുപക്ഷെ ഇതിന്റെ സ്വാധീനം ഉണ്ടായേക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ. ആ രീതിയിൽ വോട്ടാക്കി മാറ്റാനുള്ള ഒരു ശ്രമം, ഒരു ആലോചന നടക്കുന്നുണ്ട്. എത്രത്തോളം തയ്യാറാണ് ഇപ്പോഴും രാജാവ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിയൊരു ഒരു അഭിമുഖത്തിൽ ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആദ്യമായി അദ്ദേഹത്തിന്റെ വാക്കല്ല, എന്റെ വാക്കല്ല. പക്ഷേ അതിന്റെ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ആധാർ കാർഡിൽ മാത്രമാണ് പ്രിൻസ് ആദിത്യ വർമ്മ എന്നുള്ളത്, ബാക്കി എല്ലായിടത്തും വെറും ആദിത്യ വർമ്മ എന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛനാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമായത് കൊട്ടാരത്തിൽ നിന്ന്. അപ്പം രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് തിരുവിതാംകൂർ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരുമോ എന്നൊരു സാധ്യത BJP ആലോചിക്കുന്നുണ്ട്. രാജവാഴ്ചയുടെ കാലം കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വാർത്ത ആദ്യം കേട്ടിരുന്നു. അതിന് മുൻകൈ എടുത്തത് BJP-ക്കാളുപരി RSS ഹാൻഡിലുകളാണ്. RSSന് അത്തരമൊരു താല്പര്യമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അത് മുൻകാലത്ത് വന്നിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് തിരുവിതാംകൂർ രാജകുടുംബത്തോടുള്ള ഒരു ബന്ധം വെച്ച് നോക്കുമ്പോൾ അത്തരം ഒരു പൊതു വോട്ടുകൾ കിട്ടുമെന്നുള്ളതായിരുന്നു. എന്നാൽ അത് അത്രമാത്രം സ്വീകാര്യമല്ല എന്നുള്ള തരത്തിൽ ചർച്ചകൾ വരികയും രാജാവിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് എൻ്റെ അറിവ്. ഈ രാജാവ് എന്നൊക്കെയുള്ള പദപ്രയോഗം തന്നെ എനിക്കൊന്ന് പിന്നെയും തിരുവനന്തപുരത്തേ ഉള്ളൂ. നോക്കൂ, മറ്റ് പലയിടത്തും മുമ്പ് മുൻ രാജകുടുംബമാണല്ലോ, പലയിടത്തും മുൻ രാജകുടുംബങ്ങളിലെ അംഗങ്ങൾ സാധാരണ പൗരന്മാരായി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ തൃപ്പൂണിത്തുറ കോവിലകം ഫോർ എക്സാമ്പിൾ, ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പന്തളം കൊട്ടാരം ഫോർ എക്സാമ്പിൾ, ഇവരൊക്കെ അവിടുത്തേക്ക് ഈ പറഞ്ഞ സോക്കോൾഡ് രാജാക്കന്മാർ അല്ലെങ്കിൽ പഴയ രാജാക്കന്മാർ, മുൻ രാജകുടുംബാംഗങ്ങളൊക്കെ രാഷ്ട്രീയ പ്രക്രിയയിൽ CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ഈ പറഞ്ഞ സോക്കോൾഡ് രാജാക്കന്മാരുണ്ട്. ഇവരുടെ വിവിധ കൊട്ടാരങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ സ്വന്തം നാട്ടിൽ ആലക്കോട് രാജാവിൻ്റെ PR രാമവർമ്മ രാജയുടെ മകളുടെ മകൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു 1995 ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയതാണ്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഈ കുറെ കൂടി ജനാധിപത്യ ബോധം സ്വാംശീകരിച്ച് ഒരു പിൻഗാമി CPM-ലുണ്ട് അവിടെ. ഉണ്ട്, CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്. അത് നേരത്തെ പറഞ്ഞ പോലെ തൃപ്പൂണിത്തുറ കോവിലകത്തു നിന്നും അത്തരത്തിലുള്ള CPM-ഉമായിട്ട് സഹകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട്. അതെ. മറ്റൊന്ന്, ഇപ്പോൾ നേരത്തെ 84-ലെ കാര്യം പറഞ്ഞല്ലോ, അന്ന് ശരിക്കും BJP-യുടെ
മുൻഗാമിയായ ഒരു ഹിന്ദു മുന്നണി എന്ന നിലയിലാണ് അന്ന് മത്സരിച്ചത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ. അന്ന് 1,00,000 വോട്ട് പിടിച്ചു. അപ്പൊ അത് പി കേരളവർമ്മ മുന്നിലുണ്ടായിരുന്ന കുമ്മനം പി രാജശേഖരനായിരുന്നു. കേരളവർമ്മ രാജ എന്ന് പറയുന്നത് അദ്ദേഹം എനിക്കൊന്നും തിരുവനന്തപുരക്കാരനല്ല, അദ്ദേഹം തൃപ്പൂണിത്തുറക്കാരനെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തെ ഇവിടെ മത്സരിപ്പിച്ച പക്ഷെ ആ പേര് പി കേരളവർമ്മ രാജ എന്ന ആ പേര് ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ ഈ രാജാക്കന്മാരോടും രാജകുടുംബത്തോടും ഈ രാജവംശത്തൊക്കെയുള്ള അവരുടെ ഒരു പ്രീതിയുണ്ട്, അതിനെ ഏതാണ്ട് ക്യാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ RSS സംഘപരിവാർ അനുഭാവികൾക്കൊക്കെ ഇപ്പോൾ അവരുടെ പ്രചാരണം ശ്രദ്ധിച്ചാൽ അറിയാം. അവരുടെ ഈ വാട്സപ്പിലൊക്കെ ഉള്ള പ്രചാരണത്തിൽ എപ്പോഴും ജനാധിപത്യ ഭരണത്തെക്കാലം ഇവിടെ നേരത്തെ കൂടുതൽ ചെയ്തത് രാജഭരണമാണ്, ചിത്ര തിരുനാളാണ് എന്നൊക്കെ സ്ഥിരം പറയുന്ന ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് തിരുവനന്തപുരത്ത് പൊതുവെ ദിവാന്റെ കാലഘട്ടത്തിലെ ഭരണം വളരെ നല്ലതായിരുന്നു, രാജാവിന്റെ ഭരണം നല്ലതായിരുന്നു എന്നുള്ള പറയുന്നുണ്ട്. പക്ഷേ ഞാനിതിൽ കാണുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ സമീപിച്ചിരുന്നു. രാജാവിനെ മത്സരിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. രാജാവിന് ഒരു അവസരം രാജകുടുംബത്തിൽ നിന്ന് ഒരാളെ മത്സരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിരുന്നു എന്നുള്ള ഒരു പ്രചരണ തന്ത്രമുണ്ടല്ലോ, അത് തിരുവനന്തപുരം മണ്ഡലത്തിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വളരെ വളരെ വലുതാണ്. കാരണം ആദിത്യവർമ്മയെ മത്സരിപ്പിക്കാൻ ഞങ്ങളുടെ പാനൽ ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത വരേണ്ടത് BJPയെ സംബന്ധിച്ചോളം അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ രാജകുടുംബവുമായിട്ടും രാജാവുമായിട്ടും ഒക്കെ ബന്ധമുള്ള ഒരു വലിയ സമൂഹം ജനസഞ്ചയം ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹത്തെ മത്സരിപ്പിക്കാമായിരുന്നെങ്കിൽ കവടിയാർ വാർഡിൽ മത്സരിപ്പിച്ച് ജയിച്ച് തിരുവനന്തപുരത്തെ മേയറാക്കണമായിരുന്നു, ശരിക്കും അല്ലേ? നഗരപിതാവാക്കണമായിരുന്നു ആദ്യം, അത് കഴിഞ്ഞിട്ടല്ലേ പിന്നീട്. എന്താ അഭിലാഷ വിശേഷം? കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ AICC ക്യാമ്പയിൻ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചത് കണ്ടു. രമേശ് ചെന്നിത്തല ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അധ്യക്ഷനായി വരികയാണ്. മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ അധ്യക്ഷനായി ബെന്നി ബെഹനാൻ വന്നു. ഇത് ഇന്നലെ ഔദ്യോഗികമായ കാര്യമാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് സ്ഥാനചലനം ഉണ്ടാകുമെന്ന വർത്തമാനം രാഷ്ട്രീയ ഉപശാലകളിൽ വളരെ സജീവമാണ്. എന്തായാലും സണ്ണി ജോസഫ് മത്സരിക്കാൻ പോവുകയാണ്. സണ്ണി ജോസഫ് പേരാവൂരിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറാനായിരുന്നു ആലോചന. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് പേരാവൂരിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം അടുത്ത തവണ സർക്കാർ വന്നാൽ സ്വാഭാവികമായിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്നൊരു മന്ത്രിയാവും. K. സുധാകരൻ മത്സരിക്കോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പായിട്ടില്ലെങ്കിൽ പോലും ആ നിലയ്ക്കാണ് എങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയൊരു KPCC പ്രസിഡന്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയൊരു KPCC പ്രസിഡന്റിനെ കുറിച്ചുള്ള ആലോചനകൾ സജീവമായി നിൽക്കുന്നു. അതിൽ ഏറ്റവും അധികം സാധ്യത ഉണ്ടായിരുന്ന ആന്റോ ആന്റണിയുടെ പേരിന് ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ നെടുമ്പറമ്പിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു വന്നതോടുകൂടി ആന്റോ ആന്റണിയുടെ പൊസിഷൻ വളരെ വീക്കാണ്. അങ്ങനെയാണെങ്കിൽ ബെന്നി ബെഹനാൻ പുതിയ KPCC പ്രസിഡന്റായി വരും. ബെന്നി ബെഹനാൻ പുതിയ KPCC പ്രസിഡന്റായി വരുമ്പോൾ പഴയ A ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പ് മാനേജറായിരുന്നു, അദ്ദേഹത്തിന്റെ വലങ്കയായിരുന്നു ബെന്നി ബെഹനാൻ. വീണ്ടും A ഗ്രൂപ്പിന് കേരളത്തിലെ കോൺഗ്രസ് പൊളിറ്റിക്സിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന വിധത്തിൽ ഒരു ശക്തനായ KPCC പ്രസിഡന്റ് നിലയിൽ ഒരു പക്ഷേ ഗ്രൂപ്പ് ബാക്കിംഗ് കൂടിയുള്ള ഒരു KPCC പ്രസിഡന്റായിട്ട് ബെന്നി ബെഹനാൻ വരാനുള്ള വലിയ സാധ്യത ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ട്. ഇപ്പോൾ ബെന്നി ബെഹനാന്റെ പേര് വളരെ സജീവമായിട്ടുണ്ട്. ഇന്ന് ചില പത്രങ്ങളിൽ അത്തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. പക്ഷേ KC ജോസഫിനെയും ഇതേ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കുന്നു. KC ജോസഫിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്നൊക്കെ ചില വാർത്തകളും നേരത്തെ വന്നിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് വളരെ അത്ര സജീവമല്ല ഇപ്പോൾ. അല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ സാമുദായിക മീൻസ് ഇപ്പോൾ കത്തോലിക്ക അഭിലാഷ് പറഞ്ഞതുപോലെ അഭിലാഷ് പറഞ്ഞതുപോലെ UDF സർക്കാർ വരികയും സണ്ണി ജോസഫ് മന്ത്രിസഭയിലൊക്കെ വരികയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ഥിരമായിട്ട് ഒരാൾ വേണം. ക്രിസ്ത്യാനി തന്നെ വേണം. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അത് ജോസഫ് എടുത്താലും കാത്തലിക്കാണ്. അപ്പം സണ്ണിക്ക് പകരം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഭരണം കിട്ടുകയാണെങ്കിൽ പിന്നെ ഈ സമവാക്യത്തിന്റെ ആവശ്യമില്ല. അവിടെ ഇപ്പോൾ ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ടാവും, പലരും സണ്ണി ജോസഫ് മന്ത്രിയാവാം, മറ്റു പലരും മന്ത്രിയാവാം. അപ്പോൾ പിന്നെ KPCC പ്രസിഡന്റും ആ സമുദായത്തിൽ നിന്ന് വേണമെന്നില്ലല്ലോ, ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഇപ്പൊ UDF ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് ജോസ് കെ മാണിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടല്ലോ. റിവൈൻഡ് ബാക്ക് ടു 5 വർഷം മുൻപ് എറണാകുളത്ത് UDF കൺവീനറായിരുന്ന ബെന്നി ബെഹനാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ജോസ് കെ മാണിയെ പുറത്താക്കുന്നത്. അതും എന്തുകൊണ്ട് ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം അതിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് UDF കൺവീനർ ആയിരുന്ന കാലത്ത് ചെയ്തതാണ്. ഒരു പഞ്ചായത്തിന്റെ ഭരണത്തിലാണ്, സംസ്ഥാന ഭരണം വേണമെങ്കിൽ നഷ്ടപ്പെടുത്തിയെന്ന് പറയും. UDFന്റെ തീരുമാനം കൺവീനർ അനൗൺസ് ചെയ്തതേ ഉള്ളൂ. എന്ന് മാത്രമല്ല പല കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ ജയിച്ചു കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. കാരണം 2016 കേരള കോൺഗ്രസ് മാണിയടക്കം UDFൽ ഉണ്ടായിട്ട് പരാജയപ്പെട്ടതാണ്. എന്താ മാർഷലെ കയ്യിലുള്ള പുതിയ വിവരം? അതായത് മന്ത്രിമാരെ മലർത്തിയടിക്കാൻ വേണ്ടി ആരൊക്കെയാണ് ഗോതയിൽ ഇറങ്ങുക എന്നുള്ളതാണ്. അതിനകത്ത് പലരുടെയും കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ തന്നെ വാർത്തകൾ വന്നു കഴിഞ്ഞിട്ട് നമുക്കറിയാം. ഒന്ന് ബേപ്പൂര് മുഹമ്മദ് റിയാസിനെ അട്ടിമറിക്കുവാൻ വേണ്ടി PV അൻവർ അദ്ദേഹം പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. PV അൻവറിന് എങ്ങനെയും അവിടെ ജയിക്കണം, ഒരു മന്ത്രിയെ തോൽപ്പിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം വന്നിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ഇതാ P. ഐഷ പോറ്റി
അവിടെ കൊട്ടാരക്കരയിൽ ധനകാര്യമന്ത്രി KN ബാലഗോപാലിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ഇറങ്ങുന്നു. ഇതിനെല്ലാം മുകളിലായിട്ട് നേമത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പ് തന്നെ ഈ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു, നേമത്ത് ഞാൻ മത്സരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ മൂന്നിടത്തും 3 എതിരാളികൾ വന്നിരിക്കുന്നു. ഇനി മറ്റ് ചില മന്ത്രിമാരുടെ കാര്യം കൂടി ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിലൊന്ന് ആറന്മുളയിൽ മന്ത്രി വീണ ജോർജിനെതിരെ മത്സരിക്കാൻ വേണ്ടി ഇത്രയും നാളും കേട്ട പേരുകളിലൊന്ന് അബിൻ വർക്കിയാണ് ഏറ്റവും സജീവമായി കേട്ടത്. മറ്റൊന്ന് വിജയ് ഇന്ദുചൂടൻ്റെ പേര് കേട്ടിരുന്നു. ഇപ്പോൾ ഇതാ അനീഷ് വരിക്കണ്ണാമല എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മത്സരിപ്പിക്കുന്ന കാര്യം കോൺഗ്രസ് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ആറന്മുളയിൽ അബിൻ വർക്കയെ റാന്നിയിലേക്ക് മാറ്റുമെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. അപ്പോൾ അനീഷ് വരിക്കണ്ണാമല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. ആ മണ്ഡലത്തിൽ തന്നെ നിൽക്കുകയും പുല്ലാട് സ്വദേശിയാണ്. അനീഷ് വരിക്കണ്ണാമലയിലൂടെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നാണ് കരുതുന്നത്. അതിന് കാരണം ആറന്മുള നമ്മൾ കരുതുന്ന പോലെ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി മണ്ഡലമല്ല, അതൊരു നായർ ഈഴവ മെജോറിറ്റി മണ്ഡലമാണ്. അവിടെ മത്സരിക്കുമ്പോഴൊക്കെ തന്നെ ഒരു ക്രിസ്ത്യൻ വോട്ട് വലിയ ഘടകമാകില്ല എന്നുള്ളതാണ്. അപ്പോൾ നായർ ഈഴവ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരനായ ഒരാളെ മത്സരിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് അനീഷ് വരിക്കണ്ണാമല നിർത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ചേർത്തലയിലാണ്. അവിടെ പി പ്രസാദ് കൃഷിമന്ത്രിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശരത്തിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ശരത്ത് തന്നെ വീണ്ടും മത്സരിക്കുന്നു എന്നുള്ള കണക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു മന്ത്രി വി എൻ വാസവനെതിരെ ഏറ്റുമാനൂര് കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കുമെന്നും അതെ നാട്ടകം സുരേഷിനെ അവിടെ മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നാട്ടകം സുരേഷിനെ അവിടെ മത്സരിപ്പിച്ചുകൊണ്ട് ജെയ്സൺ ജോസഫാണ് ഇപ്പോൾ അല്ലെങ്കിൽ അടുത്ത തവണ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് വരേണ്ടത്. പക്ഷേ അതിന് പകരം നാട്ടകം സുരേഷിനെ മത്സരിപ്പിക്കുന്നതോടുകൂടി അവിടുത്തെ ഒരു ജാതി മത സമവാക്യങ്ങൾ പിടിക്കാൻ നാട്ടകം സുരേഷിനെ പോലെ തന്നെ പ്രാദേശികമായിട്ട് വളരെ വേരുകളുള്ള ഗോപൻ എന്നൊരു സ്ഥാനാർത്ഥി, ഗോപന്റെ പേരും അതിനോടൊപ്പം തന്നെയുണ്ട്. ഗോപന്റെ പേരുമുണ്ട്, നാട്ടകം സുരേഷിന്റെ പേരും വരുന്നുണ്ട്. അപ്പോൾ ഈ 6 മന്ത്രിമാർക്കെതിരെയുള്ള ഒരു ചൂടുവെപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. കായിക രംഗത്ത് നിന്ന് ആരൊക്കെ മത്സരിക്കാൻ എത്തുമെന്നും എന്നാണ് ഒരു ചില പേരുകൾ കേൾക്കുന്നുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ 2021 അന്ന് ഏറനാട് നിന്ന് ഷറഫ് അലി, നമ്മുടെ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ആയ ഷറഫ് അലി മത്സരിക്കുമെന്ന് കേട്ടിരുന്നു. ഏതാണ്ട് അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചിരുന്നു, LDF തന്നെ സമീപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് എന്തായാലും സ്ഥാനാർത്ഥിയായി വന്നില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഷറഫ് അലിയുടെ പേര് കേട്ടിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും 2026 വീണ്ടും അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അതും ഏറനാട് മണ്ഡലവുമായി ബന്ധപ്പെടുത്തിയാണ്. ഇപ്പോൾ അദ്ദേഹം സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ LDFുമായും രാഷ്ട്രീയമായി CPMുമായിട്ടൊക്കെ ചേർന്ന് പോകുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ ഒരു കോൺഗ്രസ് ലീഗ് പശ്ചാത്തലമാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനായി തുടരുകയാണ്. ഷറഫ് അലി മത്സരിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. മത്സരിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഏറനാട് അദ്ദേഹം സ്ഥാനാർത്ഥി ആയേക്കാം. മറ്റൊന്ന് IM വിജയൻ്റെ കാര്യത്തിൽ എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥി പട്ടികയുടെ പരിഗണനയിൽ IM വിജയനുണ്ട്. സമ്മതിക്കണമല്ലോ. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നുണ്ട് IM വിജയൻ സന്നദ്ധനാണ്. അല്ല, IM വിജയനെ വണ്ടൂര് AP അനിൽകുമാറിനെതിരെ മത്സരിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത ആദ്യം വന്നിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴും എല്ലാവരും എൻ്റെ പേരിൽ ഇങ്ങനെ വാർത്തകൾ വരുത്തുന്നുണ്ട്, പക്ഷെ ഞാൻ മത്സരിക്കാനില്ല എന്നാണ് IM വിജയൻ അന്ന് പറഞ്ഞത്. അതെ, കോൺഗ്രസിന്റെ ലിസ്റ്റിനകത്തുണ്ടെന്ന് പറയുന്നു. ഏതാണ്ട് 92 പിന്നെ പേരുള്ള ഒരു ലിസ്റ്റ് കോൺഗ്രസിന്റെ പരിഗണനയിലുണ്ട്. അത് നാട്ടികയിലാണ്, ഉദ്യോഗസ്ഥനായ പോലീസിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഫ്രീ ആണ്, വേണമെങ്കിൽ തീരുമാനിക്കണം. BJPയുടെ ലിസ്റ്റിലുണ്ട്. നാട്ടികയിൽ BJPയുടെ ലിസ്റ്റിനകത്തും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ 3 പാർട്ടിക്കാർക്കും IM വിജയനെ താല്പര്യമുണ്ട്. അതെ, വിജയനാണെങ്കിൽ തന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് ഒരു വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം K കരുണാകരന്റെ ഉറ്റ അനുയായിയായിരുന്നു. അദ്ദേഹമാണ് ശരിക്കും അദ്ദേഹത്തിന് പോലീസിൽ ജോലി മേടിച്ചു കൊടുത്തത് 87. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇദ്ദേഹം കളിക്കാൻ വേണ്ടി പോയി കൊൽക്കത്തയിൽ മോഹൻ ബാഗാൻ പോയി. തിരിച്ചു വന്നപ്പോൾ കോടിയേരിയാണ് ഇദ്ദേഹത്തിന് രണ്ടാമത് റീഇൻസ്റ്റേറ്റ് ചെയ്ത് പ്രൊമോഷനൊക്കെ കൊടുത്തു. ഏറ്റവും അവസാനം 2025 റിട്ടയർ ആകുന്നതിന് മുമ്പായിട്ട് അസിസ്റ്റന്റ് ഡെപ്യൂട്ടി കമാൻഡർ ഒരു പോസ്റ്റിൽ അദ്ദേഹത്തെ റിട്ടയർ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. ഇടതുപക്ഷം ആണ് ഇപ്പോൾ. അപ്പം അങ്ങനെ രണ്ട് കൂട്ടരോട് അദ്ദേഹം വളരെ അടുപ്പം പുലർത്തുന്നുണ്ട്. മത്സരിച്ചാൽ ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയാവും എന്നുള്ളതാണ് ഒരു. അതെ, ഈ വാർത്ത വന്ന സമയത്ത് ഞാൻ വിജയേട്ടനെ വിളിച്ചിരുന്നു. ഇങ്ങനെ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മത്സരം എന്ന് പറഞ്ഞാൽ അത് കളിക്കളത്തിലാണ്, എനിക്ക് സിസർ കട്ട് അടിക്കാനേ അറിയാവുള്ളൂ, അല്ല വേറൊരു കട്ടിനും താല്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല, കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും IM വിജയൻ എന്ന് പറയുന്ന കായിക താരം അദ്ദേഹം എല്ലാ മലയാളികളുടെയും ഒരു സ്വത്തായി നിൽക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുന്നണിയിലോ ഇതിലോ വന്ന് മത്സരിച്ച് നിന്നുകൊണ്ട് മറ്റൊന്നിൻ്റെ ഭാഗമാകാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഈ പേര് പോലെ തന്നെ കായിക താരം കേട്ട ഒരു പേരായിരുന്നു സഞ്ജു സാംസൺ.
ഇന്നലെ 3 സിക്സ് അടിച്ചു. സഞ്ജു സാംസന്റെ പേര് ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിൽ കളിക്കുന്ന സഞ്ജു സാംസന്റെ പേര് ഇവിടെ തിരുവനന്തപുരത്ത് കേട്ട്. തിരുവനന്തപുരം സെൻട്രൽ സഞ്ജു സാംസൺ പേര് പറയാലോ. അതിന് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മത്സരിച്ചു കഴിഞ്ഞാൽ സെൻട്രലിൽ കഴിഞ്ഞ മത്സരിച്ചല്ലോ മറ്റേ അദ്ദേഹം. കഴിഞ്ഞതിന് ശേഷം കളിക്കാരനാണ് അത് ശ്രീശാന്ത് ആ സമയത്തേക്ക് അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോഴും ശ്രീശാന്തിന്റെ കൂടെ ഒരു പ്രചരണത്തിന് പോയ ആളാണ് ഞാൻ. അദ്ദേഹം അപ്പോഴും അല്ല അതിന്റെ മുമ്പത്തെ തവണയാണ്. ശ്രീശാന്തിന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു BJPക്ക് അദ്ദേഹത്തെ കൊണ്ടു നടക്കാൻ. കാരണം രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ കൃത്യസമയത്ത് എത്തുകയോ അത്ര നേരം മറ്റേ വോട്ട് ചോദിച്ചു പോവുകയോ ഒന്നും പുള്ളിക്ക് പറ്റൂല. പുള്ളി നിശ്ചിത ഓവർ എറിഞ്ഞ് തീർക്കുന്ന പോലെ 4 വീട് കയറും, എൻ്റെ ഓവർ കഴിഞ്ഞു ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് BJPയിലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇനി മേലിൽ ഇത്ര ഇന്റർനാഷണൽ താരങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും നമ്മുടെ ഏറ്റവും ഒടുവിലെ ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പാളയം വാർഡിൽ നിന്ന് ഒളിമ്പ്യൻ മത്സരിച്ചിരുന്നു പത്മിനി. അതന്നെ. അപ്പം സ്വാഭാവികമായിട്ടും ആ മത്സരം കാണുമ്പോൾ ഒരുപക്ഷെ നിയമസഭയിൽ അങ്ങനെ ആരെങ്കിലും വരാനുള്ള സാധ്യത. കോൺഗ്രസ് ആണ് അവരെ സ്പോർട്സ് പിന്നീട് അവർ BJPയിലോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ PT ഉഷ രാജ്യസഭാംഗം ആയതുകൊണ്ട് ഇത്തവണ എന്തായാലും മത്സരിക്കാൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ അവരുടെ പേരും ഒരുപക്ഷെ ഇതുപോലെ പറഞ്ഞു കേട്ട് വന്നേക്കാം. അല്ല, ഈ ഇത്തരത്തിൽ പക്കാ രാഷ്ട്രീയത്തിൽ നിന്നല്ലാതെ പുറത്ത് സാംസ്കാരിക മേഖലയിൽ നിന്ന്, സാഹിത്യ മേഖലയിൽ നിന്ന് ഒക്കെയുള്ള സ്ഥാനാർത്ഥികളെ സാധാരണ ഇടതുപക്ഷമാണ് പൊതുവെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. പക്ഷേ ഇത്തവണ പേരുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ കോൺഗ്രസ് പട്ടികയിലും ഇത്തരത്തിലുള്ള പേരുകൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളാകാനുള്ള ആളുകളുടെ തള്ളൽ, സ്നേഹത്തള്ളൽ, അല്ലാത്ത തള്ളൽ, എല്ലാ തരത്തിലും തള്ളലുണ്ട്. പേരുണ്ടെങ്കിലും അതൊന്നും എളുപ്പമില്ല. ഇപ്പൊ സണ്ണി കബിക്കാടിന്റെ പേര് ഏറെക്കുറെ ഉറപ്പായ ഘട്ടത്തിൽ ഗാന്ധിയെ കുറിച്ച് ഇദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്, നെഗറ്റീവായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് ഏത് സീറ്റിലും ഒരുപാട് ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ പൊതുസമ്മതരെയൊക്കെ ആളുകൾ സജസ്റ്റ് ചെയ്യും, പൊതുസമ്മതരുടെ പേരൊക്കെ ആലോചിക്കും. പക്ഷേ ഈ സീറ്റിന് വേണ്ടിയിട്ടുള്ള അടി കാരണം പൊതുസമ്മതരെ തന്നെ നിർത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജോയ് മാത്യുവിനെ മത്സരിപ്പിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ജോയ് മാത്യു മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ ജോയ് മാത്യു മാനസികമായി ഒരു ഇടതുപക്ഷ ചിന്തകനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അല്ല, അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പുതിയ സാംസ്കാരിക പ്ലാറ്റ്ഫോം ആരംഭിക്കുകയാണ്. അതിൽ കോൺഗ്രസും ഒരിടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ആശ്വാസം കോൺഗ്രസിനെയും വിമർശിക്കാം ആ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ളതാണ്. അതിനകത്തിപ്പോ അദ്ദേഹത്തിന് നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളായിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇടപെടുമ്പോൾ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ ഇടതിനെതിരെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇടതാണ്. ബാക്കിയുള്ള ആളുകളും ഈ പറഞ്ഞ ഇടതാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനോട് താല്പര്യമുള്ള ആളുകൾക്ക് ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണെന്ന് പറയാനൊരു ബുദ്ധിമുട്ട്? ഞാൻ ഇടതാണ്, പക്ഷേ കോൺഗ്രസ് ആണ് ഇപ്പോഴത്തെ ഇടത് എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടോ എന്നുള്ളത് കൗതുകകരമായ ഒരു ചോദ്യമാണ്. എന്തായാലും ഈ പ്രാവശ്യം ഈ രാഷ്ട്രീയക്കാർ മാത്രമല്ല, അതല്ലാതെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ കൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാം എന്നാണ് നമുക്ക് തോന്നുന്നത്. രാഷ്ട്രീയ വൃത്തം ഇന്ന് ഇവിടെ അവസാനിക്കുന്നു.